പലിശ മുടങ്ങിയ സമയം മുതൽ നിങ്ങൾ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, പലിശ മുടങ്ങിയിട്ടില്ല. പലിശ കൃത്യമായിട്ട് തരുന്നുണ്ടായിരുന്നു. ശരി, അതായത് സത്യം പറയാലോ, പലിശ മുടങ്ങിയിട്ടില്ല. ശരി, തുക പിൻവലിക്കാൻ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈ അതിനിടയിൽ ഈ കട്ടപ്പനയിലെ മുൻ ഏരിയ സെക്രട്ടറി ആണല്ലോ ഈ സജി. സജിയാണോ ഈ ഭീഷണിപ്പെടുത്തിയത്? അത് ആ ഒരു ശബ്ദ സന്ദേശമാണ് വന്നത്. മാത്രമല്ല പള്ളിക്കവലയിലാണല്ലോ അല്ലേ ഈ സാബുവിന്റെ വെറൈറ്റി ലേഡീസ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നത്, ആ ഒരു കടയുണ്ടായിരുന്നത്. അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ആരെങ്കിലും? പള്ളിക്കവലയാണ്. ഇല്ലില്ല, അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയുള്ളൂ. അവിടെ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും? ഭീഷണിപ്പെടുത്തി അന്നാണ് ആള് ഭയങ്കരമായിട്ട് ഒത്തുതീർച്ച ചർച്ചകൾ പലപ്പോഴും ബോർഡ് മെമ്പേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് ചർച്ചകൾ നടക്കാറുണ്ടായിരുന്നു. ഞങ്ങളെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇത്ര രൂപ വെച്ച് തരാം, ഒരു പ്രാവശ്യം പറയും 5 ലക്ഷം തരാം, അത് കഴിഞ്ഞ് പറയും 3 ലക്ഷം തരാം, ലാസ്റ്റ് 1 ലക്ഷവും പിന്നെ പലിശ 1.25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എമർജൻസി കേസിൽ ഞങ്ങളിട്ട ഒരു 14 ലക്ഷം രൂപ അതിൻ്റെ പലിശയും ബാക്കി കിടപ്പുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ലോണായിട്ട് തരാനാണ് പറഞ്ഞത്, റിക്വസ്റ്റ് ചെയ്ത്. ലോൺ പോലും തരത്തില്ല, ലോൺ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഈ എമർജൻസി കേസിൽ ഈ ഓപ്പറേഷന് പെട്ടെന്ന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ, നമ്മളിട്ട പൈസയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും? അങ്ങനെ നിരാശയിലായി സാബു ഇപ്പോൾ മൊത്തത്തിൽ. ശരിക്കും അന്നത്തെ ഇതാണ് ഏറ്റവും സ്ട്രോക്ക് ആയിപ്പോയത്. അല്ലെങ്കിൽ എങ്ങനെയും മാനേജ് ചെയ്താണ്. ഈ പണം ചോദിക്കാൻ ചെന്ന പല സന്ദർഭങ്ങളിൽ മേരിക്കുട്ടി തന്നെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടാകുമ്പോഴാണല്ലോ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ സാബുവിനും കൂടെ കൊണ്ടുപോയിട്ടുള്ളത്. താങ്കൾക്ക് എന്തൊക്കെ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പണം ചോദിക്കാൻ ചെന്നപ്പോൾ? അതെ, പണം ചോദിക്കാൻ ചെന്നുമ്പം എപ്പോഴൊന്നും നടക്കുകയില്ല, ഇന്നുണ്ടാകുകയില്ല. അത് ഒന്നെങ്കിൽ ഉച്ച കഴിഞ്ഞ് നടക്കുകയില്ല. 3 മണിയാകുമ്പോൾ ചെല്ല്. 3 മണി തൊട്ട് ഞങ്ങളെ ചിലപ്പോൾ 5 മണി 5:30 വരെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ കട അടച്ചേച്ചല്ലേ പോകുന്നു, കടയടച്ചാ പോകുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം പോയി റിക്വസ്റ്റ് ചെയ്ത് ഒരു സമയത്തും കൃത്യമായിട്ട് ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ല ഈ 1.5 വർഷമായിട്ട്. ഒന്നെങ്കിൽ കടയിൽ വരും, ആരെങ്കിലും ചർച്ച ചെയ്യാനായിട്ട് അവിടുന്ന് ആളെ പറഞ്ഞു വിടും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ പൈസ തരാതിരിക്കുന്നതിന് ഈ അംഗങ്ങൾ, അതായത് ഈ ഭരണസമിതി അംഗങ്ങൾ എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞിരുന്നു? എപ്പോഴെങ്കിലും ഇന്ന കാരണം കൊണ്ടാണ് പൈസ തരാൻ കഴിയാത്തത് എന്ന് പറഞ്ഞിരുന്നു? കാരണം പറയുന്നത് മൊത്തം ലോണായിട്ട് പുറത്ത് കിടക്കുകയാണ്, വായ്പ കൊടുത്തേക്കാണ്, അത് ആൾക്കാർ തിരിച്ചടയ്ക്കുന്നില്ല എന്നാണ് കാരണം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒത്തിരി ലക്ഷങ്ങൾ കോടികൾ കിട്ടാനുണ്ട്, അത് കിട്ടുന്നില്ല, അതാണ് കാരണം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പണം ആവശ്യപ്പെട്ട്, അതായത് ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം അത്യാവശ്യമാണ് എന്ന് ആവശ്യപ്പെടുന്ന രേഖകൾ കയ്യിലുണ്ടോ? അതായത് അങ്ങനെ രേഖകൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ രേഖകൾ കൊടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ റെസിപ്റ്റ് ഉണ്ടല്ലോ, ഫിക്സഡ് റെസിപ്റ്റ് ഉണ്ട്. ആ റെസിപ്റ്റും കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്, അല്ലാതെ രേഖകൾ കൊടുത്തിട്ടില്ല. ശരി, ഈ സജി ഇങ്ങനെ മോശമായി പെരുമാറാൻ ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചാലും മതി എന്ന് പറഞ്ഞു ലാസ്റ്റ്. മനസ്സിലായി. ഈ സജി ഇങ്ങനെ മോശമായി പെരുമാറാൻ എന്താണ് കാരണം? ഇതിന് മുൻപ് എപ്പോഴെങ്കിലും സാബുവുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ ബിനോയിയെ പിടിച്ചു തള്ളി അങ്ങനെ പിടിച്ചു തള്ളി എന്ന് അവർ പറഞ്ഞു കൊടുത്തു, അതിന്റെ പേരിലാണോ സജി ഇങ്ങനെ പെരുമാറിയത്? പണി തരുന്നുണ്ട്, പണി എന്താണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ്? അതിന്റെ പേരിലാണ്. ബിനോയിയെ പിടിച്ചു തള്ളി എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. അവർക്ക് പൈസ എങ്ങനെയും നമുക്ക് തരാതിരിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറിയും ഒരു അംഗത്തെയും വ്യക്തിപരമായി അടുത്തറിയാവുന്നത് കൊണ്ടാണ് മേരിക്കുട്ടി തന്നെ നിർബന്ധിച്ച്. ഇപ്പോൾ സാബുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്നിട്ടും താങ്കൾ പറഞ്ഞു ഈ സൊസൈറ്റിയിൽ ഇടാം, സഹകരണ സൊസൈറ്റിയിൽ നമുക്ക് വിശ്വസിച്ച് പണം നിക്ഷേപിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ഇതൊരു നല്ല സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടത് അവിടുത്തെ സെക്രട്ടറിയൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ. ആ ആളുകളെ പിന്നെ കണ്ടിരുന്നോ? അല്ല, അവരെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇനി ഒരു 8 വർഷം കൂടെ ഞങ്ങൾ അവിടെ ജോലിയിലുണ്ട്, അതുകൊണ്ട് 8 വർഷം വരെ ജോലിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ സാബിനോട് പറഞ്ഞു അവർ 8 വർഷം വരെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ വിശ്വസിക്കാം, അവർ ഒരു കുഴപ്പവും വരികയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ സ്ഥലക്കേസ് വന്നപ്പോഴാണ് ആദ്യം 1.5 വർഷം മുമ്പ് പൈസയ്ക്ക് ചെന്നു, അന്നേരമാണ് പന്തികേട് മനസ്സിലായത്. ഇപ്പോൾ മേരിക്കുട്ടിക്ക് എങ്ങനെയാണ് ഒരു പ്രാവശ്യം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു എന്ന് നേരത്തെ പറയുന്നത് കേട്ടു, അതെന്തായിരുന്നു സംഭവം?
അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പണം ചോദിക്കാൻ ചെന്നപ്പോൾ? ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം. പല പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. 10 മണിയാകുമ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ അവരവരുടെ വർക്കും ചെയ്തുകൊണ്ട് ഇപ്പം പൈസ ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിടുന്നു, ഒച്ചയിടുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അടുത്ത ഫോൺ വിളിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും എന്നെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഞാൻ സാവുവിനെ വിളിച്ചു വരുത്തും. എന്നും ഇത് തന്നെ. കട അടച്ചേച്ചാണ് ഞങ്ങൾ എപ്പോഴും പോകുന്നത്. അപ്പോൾ പല പ്രാവശ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശ്രീമതി മേരിക്കുട്ടി, ഇത് താങ്കൾക്ക് മാത്രമുണ്ടായ അനുഭവമാണോ, അല്ലെങ്കിൽ ഇതുപോലെ അനുഭവമുള്ള മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നോ? അതായത് സാധാരണ നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ നേതാക്കളെ കാണും, അല്ലെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിയിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായിരുന്ന് ആലോചിക്കും. അതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സാവു പറയും, അവിടെ ഒരു ജിൻസ് പൂക്കട എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്, അവർക്കും കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പിന്നെ അത് തന്നെയല്ല, പാർട്ടിക്കാരെ പോയി കാണാം, ജോയ് സാറിനെ കാണാമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴും ഞാൻ നിരസിച്ച് എന്നാന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനം നമ്മൾ കാരണം ഒരിക്കലും ആ സ്ഥാപനം പ്രശ്നം ഉണ്ടാകരുത്, എപ്പോഴും ഞാനത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അത് ആരെയും കാണാൻ പോകാതെ വന്നത്. ശരി, ഇപ്പോൾ ഇതിലൊരു അന്വേഷണം നടക്കുകയാണല്ലോ. അപ്പോൾ കട്ടപ്പന CI, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി മേരിക്കുട്ടി താങ്കളുടെ അടുത്ത് വന്ന് താങ്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. CCTV ദൃശ്യങ്ങൾ, അതായത് ബിനോയിയെ പിടിച്ചു തള്ളി എന്നാണല്ലോ അവർ പറയുന്നത്. എന്നാൽ സാബുവിനെ പിടിച്ചു തള്ളുന്നതിൻ്റെ ഒക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ പോലീസിന്റെ അന്വേഷണം ആ നിലയിൽ തൃപ്തികരമായല്ലേ മുന്നോട്ട് പോകുന്നത്? താങ്കളുടെ മൊഴി രേഖപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന്. 100% തൃപ്തികരമാണ്. സാർ എന്നോട് പറഞ്ഞു, സാറ് നല്ല പരിചയമുള്ള സാറാണ്, ഞങ്ങളുടെ ഈ എംപ്ലോയ്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന സാറാണ്. സാറ് പറഞ്ഞു ഞങ്ങൾ CCTV പരിശോധിച്ചു, അതിനകത്ത് പിടിച്ചു തള്ളുന്നതായിട്ട് ഒന്നുമില്ലെന്ന്. ശരി, പിടിച്ചു തള്ളുന്നതായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. സാവു അങ്ങനെ ചെയ്യത്തില്ല, 100% ഒരാളെ പിടിച്ചാൽ. സാവുവിന് അങ്ങനെ ഒരു ഇതിന് പോകുന്ന വ്യക്തിയേ അല്ല. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്ന വ്യക്തികളെ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീമതി മേരിക്കുട്ടി, ഈ സംഭവങ്ങൾക്ക് ആരാണ് ശരിക്ക് കാരണക്കാർ? ആരാണ് ഇതിലെ കുറ്റക്കാർ താങ്കളുടെ നോട്ടത്തിൽ? കുറ്റക്കാർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മെമ്പേഴ്സ് എല്ലാം കുറ്റക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സെക്രട്ടറി ഉണ്ട്, വേറെ ഒരു ലേഡി ഉണ്ട്, പിന്നെ ബിനോയ് എന്ന് പറഞ്ഞ ആളുണ്ട്, പിന്നെ ബോർഡ് മെമ്പേഴ്സ് എല്ലാം കുറ്റക്കാരാണ്. ബോർഡ് മെമ്പേഴ്സാണ് ഞങ്ങളോട് 1 ലക്ഷം രൂപ, തനിക്ക് 1 ലക്ഷം രൂപ തരാം, ലാസ്റ്റ് 1 ലക്ഷം രൂപ എന്ന് തരാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് അതിനകത്ത്. അപ്പോൾ ആ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പം ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വന്നുകൊണ്ടാണ് ഞങ്ങൾ പോയി റിക്വസ്റ്റ് ചെയ്തത്. അല്ലാതെ ഞങ്ങൾ ഈ സമയം ഇവർ പറഞ്ഞേക്കുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ചെല്ലാറുള്ളൂ. അതൊരിക്കലും സമയത്ത് തരികയില്ല. അതിന് നമ്മളെ ഒരു 3-4 പ്രാവശ്യം നടത്തിക്കും. വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ കിടപ്പിലുള്ള അമ്മച്ചിയും ചാച്ചനെയും ഒക്കെ ഇട്ടേച്ച് വേണം ബാങ്കിൽ പോയി കാവലിരിക്കാനായിട്ട്. മെമ്പർമാരുടെ കൂട്ടത്തിൽ ആരും നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുകയോ നിങ്ങളെ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ പണം ഇത്ര സമയത്തിനകത്ത് തരാമെന്ന് ഉറപ്പ് നൽകുകയോ അങ്ങനെ ചെയ്യുന്ന ആരും അവിടെ ഉണ്ടായില്ലേ? ഒരാൾ പോലും? ആരുമില്ല. ആദ്യമൊക്കെ വാക്ക് പറഞ്ഞ് പിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാവു മരിക്കുന്നതിന് തലേ ദിവസം 10:30 ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തിയുടെ സാവുവിൻ്റെ വർത്തമാനത്തിൽ തോന്നി, എന്തോ ഭയങ്കര മാനസിക വിഷമമാണ്. അപ്പം ഞാനൊരു 10:30 കഴിഞ്ഞപ്പം ഷിജോ എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ടുണ്ട്, മൊബൈലിലുണ്ട്. ഷിജോ എടുത്ത് അന്നേരം എന്നോട് കൊച്ചും പറഞ്ഞു, ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയും പറഞ്ഞു ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു, എന്തോ ഒരു വിഷമം തോന്നുന്നു, കിടന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ ഷിജോയെ വിളിച്ചു, വീഡിയോ കോൾ തന്നെ വിളിച്ചു, കാരണം ഹോസ്പിറ്റലിലാന്ന് ഇവർക്കൊരു തെളിവ് വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഷിജോയെ വിളിച്ചിട്ട് ഷിജോ ഫോണേ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ സന്ധ്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയെ വിളിച്ചു. സന്ധ്യയെ വിളിച്ചെന്ന് പറഞ്ഞാൽ സന്ധ്യ പറഞ്ഞാണ് ഞാൻ ശരിക്കും അവിടെ പൈസ ഇട്ടത്. അപ്പോൾ സന്ധ്യയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞു, സാവു ഭയങ്കര വിഷമത്തിലാണ്, പൈസ എത്രയും പെട്ടെന്ന് കിടന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടതാണ് പിറ്റേ ദിവസം എന്ന് പറഞ്ഞു. സന്ധ്യയെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന കൂടി, കാരണം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ചേച്ചിയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു.
ആ സമയത്ത് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. സാബുവിൻ്റെ വർത്തമാനത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ 10:30 കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സാബുവിനോട് പറഞ്ഞില്ല, ഞാൻ ഇവരെ വിളിച്ച കാര്യം സാബുവിനോട് പറഞ്ഞില്ല. ശരി, മേരിക്കുട്ടി, വളരെ അധികം നന്ദിയുണ്ട്. താങ്കൾ ഈ സമയത്ത് എനിക്കറിയാം താങ്കൾ എത്രത്തോളം മനപ്രയാസത്തിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ആ അർത്ഥത്തിൽ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തയാണ് സാബുവിന് ഈ സംഭവിച്ച കാര്യങ്ങൾ. പക്ഷേ ഈ സമയത്ത് താങ്കളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നില്ല. താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയണമല്ലോ. ഇപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. നീതിപൂർവ്വമുള്ള അന്വേഷണം ഉണ്ടാകണം, കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തണം. ഇതുപോലൊരു സംഭവം ഇനി നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. അതിനൊക്കെ വേണ്ടിയാണ് താങ്കളുടെ അനുഭവം എന്താണ് എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എൻ്റെ ഏതെങ്കിലും ചോദ്യങ്ങൾ താങ്കൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. താങ്കളിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്.